നിങ്ങളിപ്പോൾ മെട്രോ സിറ്റീസിലൊക്കെ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ ഈവൻ ഇൻ അബ്രോഡ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഞാനിവിടെ ഷോപ്പിംഗ് മാളിൽ സംസാരിക്കാൻ പറ്റിയ യൂസ്ഫുൾ ഫ്രേസസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എവറി വൺ. നിങ്ങളിപ്പം ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ നിങ്ങൾക്കൊന്നും വാങ്ങാൻ ഉദ്ദേശമില്ല. നിങ്ങളുടെ അടുത്ത് സ്റ്റാഫ് വന്ന് ചോദിക്കും, ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പം നിങ്ങൾ എങ്ങനെ പറയണം? നിങ്ങൾക്ക് എങ്ങനെ പറയാം? ജസ്റ്റ് ബ്രൗസിങ്, അല്ലെങ്കിൽ ജസ്റ്റ് ലുക്കിംഗ് അറൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ എം ജസ്റ്റ് ലുക്കിംഗ് അറൗണ്ട്, താങ്ക് യു. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു കാഷ്വലായിട്ട് എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫിനോട് ഇങ്ങനെ പറയാം, ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് കാഷ്വൽ ഫോർ ഡെയിലി വെയർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോണേക്കാട്ടും മുമ്പ് ഒരു ഔട്ട്ഫിറ്റ് വേണം. അപ്പം നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാഫിനോട് ചോദിക്കാം? എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് പറ, ഐ എം ലുക്കിംഗ് ഫോർ ആൻ ഔട്ട്ഫിറ്റ് ഫോർ എ ജോബ് ഇൻ്റർവ്യൂ. എങ്ങനെ? ഒരു പ്രാവശ്യം കൂടി പറഞ്ഞേ, ഐ എം ലുക്കിംഗ് ഫോർ ആൻ ഔട്ട്ഫിറ്റ് ഫോർ എ ജോബ് ഇൻ്റർവ്യൂ. നിങ്ങളിപ്പം ചേച്ചിയുടെയോ ഓർ ചേട്ടൻ്റെ കല്യാണത്തിന് ഒരു ഡ്രസ്സ് നോക്കുകയാണ് ഷോപ്പിംഗ് മാളിൽ. അപ്പം നിങ്ങൾക്ക് ആ സ്റ്റാഫിനോട് ഇങ്ങനെ നിങ്ങൾക്ക് പറയാം, ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് ടു വെയർ അറ്റ് മൈ ബ്രദേഴ്സ് വെഡിങ്. ഗോട്ട് എനിത്തിങ് ഇൻ ദാറ്റ് വൈബ്? ജസ്റ്റ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. നിങ്ങൾ ഇതുമാതിരി സ്ലോ ചെയ്ത്, ബിഗിനേഴ്സ് ആണെങ്കിൽ എക്സ്പെഷ്യലി സ്ലോ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് ടു വെയർ അറ്റ് മൈ ബ്രദേഴ്സ് വെഡിങ്. Got anything in that vibe? ദാറ്റ് വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈല്, ആ ഒരു പാർട്ടി വെയറിൻ്റെ സ്റ്റൈലിലുള്ള ഡ്രസ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ സ്റ്റാഫിനോട് ചോദിക്കുന്നത്. നിങ്ങൾക്കിപ്പം ഒരു കുർത്തിയോ ഷർട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളത് സ്റ്റാഫിനോട് ചോദിക്കില്ലേ, ഇതിൻ്റെ വേറെ കളറുണ്ടോ അല്ലെങ്കിൽ സൈസ് ഉണ്ടോ എന്ന്. ഇത് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് ദിസ് ഇൻ എ ഡിഫറെൻറ്റ് കളർ ഓർ സൈസ്? എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് ദിസ് ഇൻ എ ഡിഫറെൻറ്റ് കളർ ഓർ സൈസ്? ഇതിൻ്റെ ചെറിയ സൈസ് വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോൾ സൈസ്? ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോൾ സൈസ്? കാഷ്വൽ ലുക്കിന് മാച്ച് ആവുന്ന വല്ല ഹാൻഡ് ബാഗ്സ് ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് സ്റ്റാഫിനോട് ചോദിക്കാം? ക്യാൻ യു ഷോ മീ സം ഹാൻഡ് ബാഗ്സ് ദാറ്റ് ഗോ വെൽ വിത്ത് കാഷ്വൽ ലുക്സ് അല്ലെങ്കിൽ കാഷ്വൽ ഔട്ട്ഫിറ്റ്സ് എന്ന് ചോദിക്കാം. ഞാൻ പറയണത് ഒന്ന് പോസ് ചെയ്ത് നിർത്തി പറഞ്ഞു നോക്കിയേ. നമ്മൾ ബിഗിനറായിട്ട് പഠിക്കുമ്പം എപ്പോഴും നിർത്തി വേണം പറയാൻ. സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി. ജസ്റ്റ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ക്യാൻ യു ഷോ മീ സം ഹാൻഡ് ബാഗ്സ് ദാറ്റ് ഗോ വെൽ വിത്ത് കാഷ്വൽ ലുക്സ് അല്ലെങ്കിൽ കാഷ്വൽ ഔട്ട്ഫിറ്റ്സ്. നിങ്ങൾ ഞാൻ പറയണ മാതിരി കോപ്പി ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഷാഡോയിങ്. ഷാഡോയിങ് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ ഒക്കെ ഇമ്പ്രൂവ് ആകും. അപ്പം ഞാൻ പറയണത് നിങ്ങൾ പോസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് മുകളിലത്തെ റാക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ സ്റ്റാഫിനോട് പറയണം, അതൊന്ന് എടുത്തു തരുമോ, എനിക്കതിൻ്റെ തുണിയും അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണണം. അപ്പം നിങ്ങൾക്കത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? വുഡ് യു മൈൻഡ് ഷോയിങ് ദ ഫാബ്രിക് ആൻഡ് ഡീറ്റെയിൽസ് എ ബിറ്റ് ക്ലോസർ? എങ്ങനെയാണ് ചോദിക്കുക? ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ഒപ്പം പറഞ്ഞ്, വുഡ് യു മൈൻഡ് ഷോയിങ് ദ ഫാബ്രിക് ആൻഡ് ഡീറ്റെയിൽസ് എ ബിറ്റ് ക്ലോസർ? നിങ്ങളിപ്പോൾ ബോംബെ, ബാംഗ്ലൂരൊക്കെ പോകുമ്പം, ടെക്കത്തലിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷൂ ഷോപ്പിൽ പോകുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിലുള്ള ഷൂസ് ഉണ്ടോ, അതെങ്ങനെ നമ്മൾ അവരോട് ചോദിക്കും? ഈ ഷൂസൊക്കെ ഈ സൈസിലുണ്ടോ? അപ്പോൾ എൻ്റെ സൈസ് 9 ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം, ഡു യു ഹാവ് ദീ ഷൂസ് ഇൻ സൈസ് 9? എങ്ങനെ ചോദിക്കാം? ഈ ഷൂകളൊക്കെ 9 സൈസ് 9 അതെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് ദീ ഷൂസ് ഇൻ സൈസ് 9? ജസ്റ്റ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഡു യു ഹാവ് ദീ ഷൂസ് ഇൻ സൈസ് 9? നിങ്ങളിപ്പോൾ മുകളിൽ നല്ലൊരു പെർഫ്യൂം കണ്ടു മുകളിലത്തെ റാക്കിൽ. അത് നിങ്ങൾക്ക് അടുത്ത് കാണണം. അതിൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് തൊട്ട് നോക്കി അതിൻ്റെ മണമൊക്കെ ഒന്ന് അറിഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാഫിനോട് ചോദിക്കാം? നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾക്ക് ചോദിക്കാം, മേ ഐ സീ ദിസ് പെർഫ്യൂം മോർ ക്ലോസ്ലി? എങ്ങനെ ചോദിക്കുക? മേ ഐ സീ ദിസ് പെർഫ്യൂം മോർ ക്ലോസ്ലി? ജസ്റ്റ് വൺ മോർ ടൈം, ജസ്റ്റ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. മേ ഐ സീ ദിസ് പെർഫ്യൂം മോർ ക്ലോസ്ലി? നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ആ കടയിൽ പ്രൈസ് റേഞ്ച് അറിയണം.
എത്ര വില തൊട്ട് എത്ര വില വരെയാണ് അവർ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യണേ എന്ന് അറിയണം. അപ്പം നിങ്ങൾക്ക് അത് എങ്ങനെ സ്റ്റാഫിനോട് ചോദിക്കാം? ജസ്റ്റ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ക്യാൻ യു ടെൽ മീ ദ പ്രൈസ് റേഞ്ച് ഓഫ് യുവർ പ്രൊഡക്ട്സ്? എങ്ങനെയാ പറയാ? ക്യാൻ യു ടെൽ മീ ദ പ്രൈസ് റേഞ്ച് ഓഫ് യുവർ പ്രൊഡക്ട്സ്? നമ്മളിപ്പം വീഡിയോ കോളിൽ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, മലയാളി അല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫ്രണ്ടിനോട് ചോദിക്കാം. വീഡിയോ കോൾ കാണിച്ചു കൊടുത്ത് ഇവിടെ കുറേ ഡ്രസ്സുകളുണ്ട്, നിൻ്റെ കണ്ണി പിടിക്കണത് ഏതാണ് ഒന്ന് പറയാമോ? അതെങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം ഫ്രണ്ടിനോട്? വി ഹാവ് മെനി ഡ്രസ്സസ് ഹിയർ, എനിത്തിങ് ക്യാച്ചിങ് യുവർ ഐ? നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് സ്ലോയിൽ പോയാലോ? വി ഹാവ് മെനി ഡ്രസ്സസ് ഹിയർ, എനിത്തിങ് ക്യാച്ചിങ് യുവർ ഐ? 2 ഡ്രസ്സുകളുണ്ട്, ഇതിൽ എനിക്ക് ഏതാ സൂട്ടാവുക, എനിക്ക് ഏതാ നന്നായിട്ട് തോന്നുക എന്ന് പറയാവോ? ഇതെങ്ങനെ ചോദിക്കും? ഐ കാൺ ഡിസൈഡ് ബിറ്റ്വീൻ ദീസ് 2 ഡ്രസ്സസ്, വിച്ച് വൺ സൂട്ട്സ് മീ ബെറ്റർ? ജസ്റ്റ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഐ കാൺ ഡിസൈഡ് ബിറ്റ്വീൻ ദീസ് 2 ഡ്രസ്സസ്, വിച്ച് വൺ സൂട്ട്സ് മീ ബെറ്റർ? ഞാൻ ഈ ഡ്രസ്സ് എടുക്കണോ അതോ വേണ്ടാന്ന് വെക്കണോ? ഇതെങ്ങനെ ഫ്രണ്ടിനോട് ചോദിക്കാം? What's your take on this dress? Should I buy it or skip it? ഞാനിത് എടുക്കണോ അതോ വേണ്ടാന്ന് വെക്കണോ? സ്കിപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കണോ എന്നാണ്. എങ്ങനെ ചോദിക്കാം? What's your take on this dress? Should I buy it or skip it? Should I buy it or skip it? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങളുടെ ഫ്രണ്ടിനെ കാണിച്ചിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, ഈ കളറ് എൻ്റെ കോംപ്ലക്ഷന് സൂട്ട് ചെയ്യുന്നുണ്ടോ? ഹോണസ്റ്റായിട്ട് പറയണേ. ഇതെങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കാം? അത് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ഡസ് ദിസ് കളർ സൂട്ട് മൈ കോംപ്ലക്ഷൻ? ബി ഹോണസ്റ്റ് വിത്ത് മീ. അതിൻ്റെ സൂട്ട് കണ്ട ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. ഒന്നുകൂടി എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ, ഡസ് ദിസ് കളർ സൂട്ട് മൈ കോംപ്ലക്ഷൻ? ബി ഹോണസ്റ്റ് വിത്ത് മീ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ ഒന്ന് പൊക്കി പറയാണ്, അതായത് ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് പറയാണ്, ഞാൻ നിൻ്റെ ഫാഷൻ സെൻസ് ട്രസ്റ്റ് ചെയ്യുന്നു, എനിക്കൊരു ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്ത് തരുമോ? അത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം, ഐ ട്രസ്റ്റ് യുവർ ഫാഷൻ സെൻസ്, ക്യാൻ യു ഹെൽപ്പ് മീ പുട്ട് ടുഗെദർ ആൻ ഔട്ട്ഫിറ്റ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, യു ഹാവ് ഗോട്ട് ഗ്രേറ്റ് സ്റ്റൈൽ, ക്യാൻ യു ഹെൽപ്പ് മീ പുട്ട് ടുഗെദർ ആൻ ഔട്ട്ഫിറ്റ്? അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാണ്, നിൻ്റെ ഫാഷൻ സെൻസൊക്കെ ഞാൻ വിശ്വസിക്കുന്നു, ഐ ട്രസ്റ്റ് യുവർ ഫാഷൻ സെൻസ്, can you help me put together an outfit? Just repeat after me. I trust your fashion sense. Can you help me put together an outfit? ഡിസ്കൗണ്ട് കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, are there any discounts coming up soon? Repeat after me. Are there any discounts coming up soon? ക്രിസ്മസ്, ദീപാവലി ഇതിനൊക്കെ സെയിൽ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം? Are there any festivals sales coming up? എങ്ങനെ ചോദിക്കാം? Are there any festival sales coming up? ഇത് ഫിറ്റ് ആയില്ലെങ്കിൽ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ? ഇതെങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം? ഇങ്ങനെ ചോദിക്കാം, can I return this item if it doesn't fit? എനിക്ക് ഈ ഐറ്റം ഹോൾഡ് ചെയ്ത് പിന്നെ പിക്ക് ചെയ്യാൻ പറ്റുമോ? ഇതെങ്ങനെ ചോദിക്കാം? Can I hold this item for later pickup? ഓൾട്രേഷൻ എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് എങ്ങനെ ചോദിക്കും? Do you offer an alteration service? Do you offer an alteration service? നിങ്ങൾക്കിപ്പോൾ പ്രൈസിന് കൺസേൺ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇതിൻ്റെ പ്രൈസ് എൻ്റെ ബഡ്ജറ്റിനേക്കാൾ കുറച്ച് കൂടുതലാണ്, കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, this price is a bit beyond my budget. Could you lower it slightly? Repeat after me. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, this price is a bit beyond my budget. Could you lower it slightly? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം, താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക.